കൊൽക്കത്തയിലെ കൂട്ടബലാത്സംഗ കൊലപാതകത്തിനെതിരെ പ്രതിഷേധിച്ച ഡോക്ടർമാരുടെ സ്ഥലം മാറ്റം റദ്ദാക്കി. 24 മെഡിക്കൽ കോളേജുകളിലെ 42 ഡോക്ടർമാരെ സ്ഥലം മാറ്റിയുള്ള ഉത്തരവാണ് റദ്ദാക്കിയത്. വിവാദമായതിന് പിന്നാലെയാണ് തീരുമാനം. അപർണ കാർത്തിക ചേരുന്നുണ്ട്. അപർണ, ഈ കേസിൽ കൃത്യമായ നടപടികളിലേക്ക് കടക്കാനായിരുന്നില്ല തിടുക്കം. ഡോക്ടർമാരെ സ്ഥലം മാറ്റുന്നതിനായിരുന്നു, പ്രത്യേകിച്ച് ഈ പ്രതിഷേധം നടത്തിയ ഡോക്ടർമാരെ. ഇപ്പോൾ കൂടുതൽ വിവാദമാകുമെന്ന ഒരു സാഹചര്യത്തിൽ തീരുമാനം പിൻവലിച്ചു, അല്ലേ? അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം രാജ്യവ്യാപകമായ പ്രതിഷേധമുണ്ട്. ആദ്യ ദിവസം കൊൽക്കത്തയിൽ മാത്രമാണ് പ്രതിഷേധമുണ്ടായിരുന്നത്. കൊൽക്കത്തയിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ, സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ മാത്രമാണ് ആദ്യ ദിവസത്തെ പ്രതിഷേധത്തിനുണ്ടായിരുന്നത്. പക്ഷേ തൊട്ടടുത്ത ദിവസം മുതൽ എല്ലാ ആശുപത്രികളിലും, സ്വകാര്യ ആശുപത്രികളിലെയും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലെയും ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ സമരത്തിൻ്റെ ഭാഗമായി. അവർ അത്യാഹിത വിഭാഗം ഒഴികെയുള്ള എല്ലാ മേഖലകളും സ്തംഭിപ്പിച്ചുകൊണ്ട് തന്നെ സമരത്തിലേക്ക് ഇറങ്ങി എന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അതിൻ്റെ പ്രതിധ്വനികളും ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അച്ചടക്ക നടപടി എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സമരത്തിൽ പങ്കെടുത്ത ഡോക്ടർമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുക എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങളെത്തി. കേസന്വേഷണത്തിൽ ഒരു പുരോഗതിയില്ലെങ്കിലും അതിനെ പ്രതിഷേധിച്ച കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നു. അതിലേക്ക് കൃത്യമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന സന്ദീപ് ഘോഷിനെ തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് ഇന്ന് ഈ ആർജേക്കർ ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നു. തൊട്ടടുത്ത ദിവസം അദ്ദേഹം വെറുതെ ഇരിക്കുന്നു. മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിന് തൊട്ടടുത്ത ആശുപത്രിയിൽ നിയമനം നൽകുന്നു. ആ തരത്തിൽ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചില ഇടപെടലുകൾ ഉണ്ടാവുന്നു. പ്രതിഷേധത്തിൻ്റെ മറവിൽ ആശുപത്രിയിലേക്ക് ആളുകൾ കൂട്ടത്തോടെ ഇരച്ചു കയറി വരുന്നു, തെളിവുകൾ നശിപ്പിക്കുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ചില അസ്വാഭാവികത നമുക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അത് അതിൻ്റെ ഘടകമായി തന്നെ വേണം മുന്നോട്ട് പോകാൻ. ഇപ്പോൾ ഡോക്ടർമാരുടെ നടപടി, ഡോക്ടർമാർക്കെതിരെ വന്നിരിക്കുന്ന കൂട്ട അച്ചടക്ക നടപടി എന്ന് പറയുന്നത് വിവാദമായതിന് പിന്നാലെയാണ്. കാര്യം രാജ്യവ്യാപകമായി ഈ വിഷയം ശ്രദ്ധിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വിഷയം ശ്രമിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഡോക്ടർമാരുടെ ഇടപെടലുകൾ, ഡോക്ടർമാരുടെ സമരം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ സർക്കാരിന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു ഘട്ടത്തിലേക്ക് എത്തും. അത് നിയന്ത്രിക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് തുടക്കത്തിലെ ഡോക്ടർമാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നത്. അതുകൂടാതെ ഡോക്ടർമാരുടെ സമയം ക്രമീകരിക്കുക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജോലി സമയം ക്രമീകരിക്കുക, അവരുടെ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം അവർ നേരത്തെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിലും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായി എന്നോണം, അതായത് ഇതൊരു സൂചനയാണ് നൽകുന്നത്. കാരണം വരും ദിവസങ്ങളിലും സമരം കടുക്കാൻ സാധ്യതയുണ്ട്, സമരം ശക്തമാക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഘട്ടത്തിൽ എന്ത് നടപടികൾ സർക്കാരിന് സ്വീകരിക്കണം എന്നുള്ളതിലേക്കുള്ള ഒരു ചൂണ്ടുവരക കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. എന്തായാലും സ്ഥലം മാറ്റത്തിൻ്റെ നടപടി തൽക്കാലം മരവിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും റദ്ദാക്കി എന്ന് പറയാൻ കഴിയുകയില്ല. എന്തായാലും ഡോക്ടർമാരുടെ ജോലി സമയം ക്രമീകരിക്കുക, വനിതാ ഡോക്ടർമാരുടെ ജോലി സമയം 12 മണിക്കൂറാക്കാനുള്ളൊരു തീരുമാനം കൂടി കൊൽക്കത്തയിൽ നിന്ന് വരുന്നുണ്ട്. ക്ഷമിക്കണം, ഇതിലൊരു വ്യക്തതയും ഇതിലൊരു സ്ഥിരീകരണവും ഇനി വരേണ്ടതുണ്ട്. അതെന്തായാലും വരും ദിവസങ്ങളിൽ അത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. ഈ ജോലി സമയം സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കുടുംബം സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, അധിക സമയം ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നു ഡോക്ടർക്ക് എന്നൊരു കാര്യമാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടർമാരുടെ ജോലി സമയത്തെ സംബന്ധിച്ച്, അവരുടെ സുരക്ഷയെ സംബന്ധിച്ചൊക്കെ വലിയ വെല്ലുവിളി നിലനിൽക്കുന്നു ഇപ്പോഴും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിൽ സർക്കാരിന് എന്തെങ്കിലും കുലുക്കം ഇനിയെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്, അല്ലേ അപർണ? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം റോഷ്ടി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ അടിസ്ഥാന പ്രശ്നത്തിനെ മറച്ചുകൊണ്ട് മറ്റുള്ള പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് ചർച്ചയാവുന്ന ഒരു സാധ്യതയുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം, ഒരു 28-കാരി PG അവസാന വർഷ വിദ്യാർത്ഥി കൂട്ടബലാത്സംഗത്തിനിരയായി ആശുപത്രിയിൽ ജോലിക്കിടെ കൊല്ലപ്പെടുന്നു. അതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡോക്ടർമാരുടെ ജോലി സമയം, സ്ത്രീകളുടെ സുരക്ഷ, ആശുപത്രിയിലെ ജീവനക്കാരില്ലായ്മ, സുരക്ഷാ ജീവനക്കാരില്ലായ്മ, ഡോക്ടറുടെ സുരക്ഷ, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും. ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷേ അടിസ്ഥാന പ്രശ്നം അവിടെ അതേപടി നിലനിൽക്കുമ്പോൾ മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും മറ്റ് വിഷയങ്ങളിലേക്ക് മാത്രം കാര്യങ്ങൾ പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസ്വാഭാവികതയുണ്ട്. ഡോക്ടർമാരുടെ ഡ്യൂട്ടി സമയവും സുരക്ഷയും എല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് ഈ അവസരത്തിലല്ല ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമാണ്. ഇവിടെ അടിസ്ഥാനമായി നടക്കേണ്ട കാര്യം എന്താണ്? കേസ് അന്വേഷണം നടക്കണം. കേസ് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാവണം. ആ സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒരു CCTV നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് ആനുപാതികമായി മറ്റ് സംവിധാനങ്ങളുണ്ട്. ഹാർഡ് ഡിസ്കുകൾ കണ്ടെടുക്കാനുള്ള ശ്രമം നടന്നിട്ടില്ല. അത് ഏതെങ്കിലും തരത്തിൽ മറ്റ് സംവിധാനങ്ങൾ, ആശുപത്രിയിലേക്ക് ഇരച്ചു കയറിയ 4000-ഓളം വരുന്ന ആളുകൾ എവിടെ നിന്ന് വന്നു എന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതൊന്നുമല്ല ചർച്ച ചെയ്യേണ്ടത് ഡോക്ടർമാരുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ സ്വാഭാവികത. അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത് പ്രധാനമായും ഉപകരിക്കുന്നത് എന്നുള്ളൊരു വസ്തുത കൂടി അവിടെ നിൽക്കുകയാണ്. ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ ഈ പ്രതികളെ കണ്ടെത്തിയതിന്
ശേഷം അവർക്ക് ശിക്ഷ നൽകിയതിന് ശേഷവും ചർച്ച ചെയ്യാലോ. അങ്ങനെയല്ല ബംഗാൾ സർക്കാർ ഈ കാര്യങ്ങളെ കാണുന്നത്. തിരക്ക് പിടിച്ചുകൊണ്ട് ആശുപത്രി കെട്ടിടം നവീകരിക്കുന്നു, തിരക്ക് പിടിച്ചുകൊണ്ട് ഡോക്ടർമാരെ സ്ഥലം മാറ്റുന്നു. സ്വാഭാവികമായും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കേസിൽ അടിമുടി ദുരൂഹതയുണ്ട്. ആ ദുരൂഹത മറയ്ക്കുന്നതിന് വേണ്ടി നിരന്തരം കാര്യങ്ങൾ, കാരണം ഒരു തെറ്റിനെ മറയ്ക്കാൻ നിരന്തരം തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ തലത്തിൽ അതിനെ വലിയ തോതിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത്. ആദ്യം 5 ദിവസം കിട്ടിയ ആനുകൂല്യം 6-ാം ദിവസം കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണിയിലെ തന്നെ പ്രബലമായ കക്ഷിയായിട്ട് പോലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിനെ വിമർശിച്ച് രംഗത്തെത്തി. ഇത് ബംഗാളിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പോലെയല്ല. ഈ പ്രശ്നം മമതാ ബാനർജി വളരെ സമയമെടുത്ത് മിതമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. അതുണ്ടായില്ല എന്ന് പറയേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് കൈവിട്ടു പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് നേരത്തെ എന്താണോ ദില്ലിയിലുണ്ടായത്, അന്ന് ഷീലാ ദീക്ഷിത് സ്വീകരിച്ചിരുന്ന നടപടി എന്താണോ അതിന് സമാനമായ രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ടോ ഈ നിമിഷം വരെ മമതാ ബാനർജിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അപർണ പറഞ്ഞത് തന്നെയാണ്. അടിമുടി ദുരൂഹതയാണ് ഈ കേസിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും.